Hello dear students. Next we are going to start our sixth module, that is the last module. In this module, first we need to study about what is an algorithm. Next, how to represent an input, that is graph as an input to an algorithm. Next we have to discuss about some algorithms like algorithm for finding connectedness and components of a graph, algorithm for finding spanning tree, and finally algorithm for finding the shortest path between the vertices. So first is, what is an algorithm? We all know that algorithm means it's a step-by-step procedure used for solving a problem. Okay, then the algorithm consisting of a set of instructions and we follow these instructions step by step, and finally we can reach the solution of a problem. Okay, then every step in an algorithm must be precisely and unambiguously defined. That means it should be clear and no confusion. And an algorithm must terminate after having solved the given problem in a finite number of steps. ഒരു അൽഗോരിതത്തിൽ പല സ്റ്റെപ്സ് ആയിട്ടായിരിക്കും നമുക്ക് അൽഗോരിതം വരുന്നത്. ആ സ്റ്റെപ്സ് കറക്റ്റായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഫൈനലി ആ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. Okay, then every algorithm must have 5 important features. That is, the algorithm should be finite, definite, input, and it having an input, output, and effectiveness. Then we can express algorithm in 3 different forms. നമുക്ക് algorithm സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതാം, ഒരു ഫ്ലോ ചാർട്ടായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എനിവേ ഒരു അൽഗോരിതത്തിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ അൽഗോരിതം യൂസ് ചെയ്ത പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതിന് എത്ര ടൈം എടുക്കും, അതിന് എത്ര മെമ്മറി റിക്വയർമെൻറ്റ്സ് നമുക്ക് നീഡഡ് ആയിട്ട് വരും, അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, so the two main criteria for determining the efficiency of an algorithm are the memory and the computer time requirements as a function of the size of the input. നമുക്ക് പ്രോബ്ലം ഏത് പ്രോബ്ലമാണോ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ആ പ്രോബ്ലത്തിൻ്റെ സൈസിനെ ബേസ് ചെയ്ത് നമുക്ക് ഏത് അൽഗോരിതം യൂസ് ചെയ്യുമ്പോഴാണോ കുറച്ച് മെമ്മറിയും അതുപോലെ പ്രോസസ്സിംഗ് ടൈമും കുറച്ച് എടുക്കേണ്ടി വരുന്നത്, ആ അൽഗോരിതം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഫോർ സോൾവിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഈ സബ്ജക്റ്റിന് സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഗ്രാഫ് തിയറി നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ യൂസ് ചെയ്യുന്നത് ടു റെപ്രസെൻറ്റ് എ പ്രോബ്ലം ആസ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിൻ്റെ ഫോമിലായിരിക്കും നമ്മളൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. സോ അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഹിയർ നമ്മൾ പ്രോബ്ലം ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, അതായത് അൽഗോരിതം യൂസ് ചെയ്ത പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രോബ്ലത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ അല്ലെങ്കിൽ അൽഗോരിതത്തിൽ ആ പ്രോബ്ലം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതും എങ്ങനെയായിരിക്കും, ഗ്രാഫിൻ്റെ ഫോമിലായിരിക്കും. സോ ദ അൽഗോരിതം ഹാസ് സം ഇൻപുട്ട്സ്, ദാറ്റ് മീൻസ് ദ ഡേറ്റ വിത്ത് വിച്ച് ദ അൽഗോരിതം ബിഗിൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് രണ്ട് പാത്തിനിടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് വേ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പ്ലേസസ് എ ആൻഡ് ബി തമ്മിലുള്ള ഡിഫറെൻറ്റ് പ്ലേസസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ നമ്മൾ സം അൽഗോരിതംസ് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് പ്ലേസസും അതിനിടയ്ക്കുള്ള ഡിഫറെൻറ്റ് പാത്ത്സിനെല്ലാം നമ്മൾ ഗ്രാഫായിട്ടായിരിക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദെൻ അതിനകത്ത് അൽഗോരിതം യൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇത് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ദ ഇൻപുട്ട് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഓർ മോർ ഗ്രാഫ്സ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് ഗ്രാഫ്. ഇനി ഈ പറഞ്ഞ ഇൻപുട്ട് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇൻപുട്ട് നമുക്ക് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. മെയിൻലി 5 ഫോംസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു അൽഗോരിതം യൂസ് ചെയ്തൊരു പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അൽഗോരിതത്തിൽ നമ്മൾ ഗ്രാഫ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഈ ഗ്രാഫിന് തമ്മിൽ നമുക്ക് 5 ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Okay, then the graph is generally presented to, that means give as input, and it is stored in a digital computer in one of the 5 different forms. And the choice of the form, ഏത് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്രാഫ്, ദ പ്രോബ്ലം, ദ ലാംഗ്വേജ്, ദ ടൈപ്പ് ഓഫ് ദ മെഷീൻ, ആൻഡ് വെദർ ഓർ നോട്ട് ദ ഗ്രാഫ് ഈസ് മോഡിഫൈഡ് ഡ്യൂറിങ് ദ കമ്പ്യൂട്ടേഷൻ ടൈം. Okay, the first one is we can represent the input, that is the graph, as adjacency matrix. നമ്മൾ കൊടുക്കുന്ന ഗ്രാഫിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഗ്രാഫിനെ നമുക്കൊരു adjacency matrix ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. We all know that adjacency matrix means it shows the relationship between the vertices, whether they are adjacent or not. രണ്ട് vertices adjacent ആണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. If it is adjacent, the
it should be represented as a binary value 1. If it is not adjacent, it is represented as 0. Okay, so adjacency matrix means the number of rows and columns corresponds to number of vertices, so it's an n by n binary matrix, and which is used for representing G during input, storage and output. Since നമ്മൾ പറഞ്ഞു നമുക്കിവിടെ ടോട്ടൽ ഇറ്റ്സ് എൻ എൻ ബൈ എൻ മെട്രിക്സ് ആണ്, അപ്പോൾ ടോട്ടൽ എൻ റൈസ് ടു 2 എൻട്രീസ് കാണും. അതായത് ഒരു ഗ്രാഫിൽ നമുക്ക് 4 വേർട്ടിസസ് ആണ് ഉള്ളതെങ്കിൽ നമ്പർ ഓഫ് റോസും 4ഉം നമ്പർ ഓഫ് കോളംസും 4. സോ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് എൻ ബൈ എൻ മീൻസ് 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് 4 16 എൻട്രീസ് ആയിരിക്കും. അപ്പോൾ ആ ഓരോ 16 എൻട്രീസിൻ്റെ വാല്യൂ ഏത് 0 ഓർ 1 ആയിരിക്കും. സോ ഈച്ച് ഓഫ് ദ n square entries is either 0 or 1. It requires total n square bits of computer memory. ഓക്കെ, നമ്മളെ അഡ്ജസൻസി മെട്രിക്സിൽ ടോട്ടൽ 4 വേർട്ടീസസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 16 ബിറ്റ്സ് കാണും, 0 അല്ലെങ്കിൽ 1. സോ ടോട്ടൽ മെമ്മറി സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n സ്ക്വയർ ബിറ്റ്സ് ആയിരിക്കും. ഇനി ബിറ്റ്സിനെ നമ്മൾ വേർഡ് ഫോമിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് 2 ബിറ്റ്സ് ഒരു വേർഡ്, അല്ലെങ്കിൽ 3 ബിറ്റ്സ് അല്ലെങ്കിൽ 4 ബിറ്റ്സ് ഒരു വേർഡ് എന്നൊക്കെയായിരിക്കും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഒരു റോ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ബിറ്റ്സ് ഉണ്ടെന്നുള്ളതിന് എത്ര വേർഡ്സ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, if we have 6 vertices, 1 2 3 4 5 6, number of rows and columns is 6, total number of bits is 36 bits, that is 6 square. Okay, so എല്ലാ വാല്യൂസും സീറോസ് ഓർ വൺസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ അതിൽ ടോട്ടൽ 6 ബിറ്റ്സ് ആണ് ഉള്ളത്. ഇനി സപ്പോസ് 1 വേർഡ് ഈക്വൽ ടു 2 ബിറ്റ്സ്, ഒരു വേർഡിനെ നമുക്ക് 2 ബിറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിൽ എത്ര വേർഡ്സ് കാണും? 1 2 3. Okay, 1 word equal to 6 bits means total number of bits in one row equal to 6 by 1 word equal to 2 bits. 2 bits ആണെന്നുണ്ടെങ്കിൽ 1 word equal to 2 bits ആണെങ്കിൽ ഫസ്റ്റ് റോയിൽ ഈ എക്സാമ്പിളിനെ ബേസ് ചെയ്ത് എത്ര വേർഡ്സ് കാണും? 6 ബിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് 6 by 2 ഈക്വൽ ടു 3 വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു റോയിൽ 3 വേർഡ്സ് ഉണ്ട്. ടോട്ടൽ നമുക്ക് 6 വേർഡ്സസ് മീൻസ് 6 റോസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എത്രയായിരിക്കും? 6 ഇൻറ്റു 3. ദാറ്റ് മീൻസ് നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ലെറ്റ് W be the word length. That means number of bits in a computer word. Okay, and n be the number of vertices in a graph. Then each row of the xg, that is the adjacency matrix, may be written as a sequence of n bits, that is in n by w words. നമ്മൾ ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു റോയിൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് n വേർട്ടിസസ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് n ഈക്വൽ ടു 6 ബിറ്റ്സ്. ദെൻ 1 വേർഡ് ഈക്വൽ ടു 2 ബിറ്റ് ആണെങ്കിൽ ഈച്ച് റോയിൽ n by w വേർഡ്സ് കാണും. ദാറ്റ് ഈസ് 6 by w means word length, that is number of bits equal to 3 words. ഓക്കെ, സോ ഇവിടെ നമ്മൾ w കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്, ടോട്ടൽ വേർഡ്സ് അല്ല, നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ മെട്രിക്സ് എന്തായിരിക്കും? n റോസ് ഉണ്ടെങ്കിൽ n ഇൻറ്റു n ബൈ w ആയിരിക്കും. Okay, so n by w denotes the smallest integer. The number of words required to store the adjacency matrix is n into n by w. Okay, so നമ്മളിവിടെ ടോട്ടൽ n സ്ക്വയർ ബിറ്റ്സ് കാണും. ബിറ്റ്സിനെ നമ്മൾ വേർഡ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഒരു വേർഡിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നതിന് നമുക്ക് വേർഡ് ലെങ്ത് എന്ന് പറയാം. ആറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് w. അപ്പോൾ ടോട്ടൽ ഒരു റോയിൽ n ബിറ്റ്സ് ഉണ്ടെങ്കിൽ number of words equal to n by w. Then total number of words in the whole matrix equal to n rows into n by w, that is n into n by w words. Then ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് കോംപ്ലക്സിറ്റി ആൻഡ് കമ്പ്യൂട്ടേഷൻ ടൈം, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺലി ഫോർ ഗ്രാഫ്സ് വിത്തൗട്ട് പാരലൽ എഡ്ജസ്. Okay, the next representation is incident matrix. We know that incident matrix means the number of rows corresponds to number of vertices and the number of columns corresponding to number of edges. That is, it is an n by e matrix.
An incident matrix can also be used for storing and manipulation of a graph. It requires total number of bits is n into e. So it requires n into e bits of storage, which might be more than n square bits for an adjacency matrix. That means in a graph, the number of edges can be greater than the number of vertices. നമുക്കൊരു ഗ്രാഫിൽ നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് അതിനെക്കാട്ടി ഹൈ ആയിരിക്കും നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ 2 വേർട്ടിസസ് മാത്രമാണെങ്കിലും നമുക്കതിൻ്റെ ഇടയ്ക്ക് ഒരു എഡ്ജസ് മാത്രമല്ല നമ്മുടെ സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്ര എഡ്ജസ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം ഇല്ലേ. 2 വേർട്ടിസ് ഉണ്ടായിരിക്കും. സോ ദ നമ്പർ ഓഫ് വേർട്ടിസസിനെക്കാട്ടി ഹൈ ആയിരിക്കും നമ്പർ ഓഫ് എഡ്ജസ്. സോ അഡ്ജസൻസി മെട്രിക്സിനെക്കാട്ടി ഹൈ ആയിരിക്കും നമ്മുടെ ഇൻസിഡൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അഡ്ജസൻസി മെട്രിക്സിനകത്ത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണെങ്കിൽ ഇൻസിഡൻറ്റ് മെട്രിക്സിനകത്ത് n ഇൻറ്റു e ബിറ്റ്സ് ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ n സ്ക്വയർ ബിറ്റ്സ്. Then here the advantages is it can be used for electrical network and statue network, and disadvantage is high storage space as compared to the adjacency matrix. The third one is edge listing. That means edge listing means it lists all the edges of a graph in vertex pair. ഓരോ എഡ്ജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആസ് എ പെയർ ഓഫ് വേർട്ടെക്സ്. ദാറ്റ് മീൻസ് ഒരു എഡ്ജിൽ ടോട്ടൽ 2 എൻഡ് വേർട്ടിസസ് ഉണ്ടല്ലോ, ആ 2 എൻഡ് വേർട്ടിസസിനെയും പെയർ ആയിട്ടായിരിക്കും നമ്മളൊരു എഡ്ജിനെ ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു ഗ്രാഫിലെ എല്ലാ എഡ്ജസിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഇറ്റ് ഇൻക്ലൂഡ്സ് പാരലൽ എഡ്ജസ് ആൻഡ് സെൽഫ് ലൂപ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് ടു ലേബിൾ ഈച്ച് വേർട്ടെക്സ് ഈസ് ബി. ഓരോ വേർട്ടെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ബി ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രാഫിൽ ടോട്ടൽ എഡ്ജസ് എന്ന് പറയുന്നത് ഇ ആണ്. ഓരോ എഡ്ജ് എടുക്കുമ്പോൾ അതിന് 2 എൻഡ് വേർട്ടിസസ് ഉണ്ട്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഇ ദെൻ ഇൻറ്റു ഓരോ എഡ്ജിലും നമുക്ക് 2 എൻഡ് വേർട്ടിസസ് ഉണ്ടായിരിക്കും. സോ ഇ ഇൻറ്റു 2 നമ്പർ ഓഫ് വേർട്ടിസസ് കാണും ഇൻറ്റു ബി ബിറ്റ്സ്. സോ 2e bits. Then advantages. It is efficient for storing graphs whose adjacent matrix is sparse. That means contains many zero elements. Disadvantages, as it is very convenient for inputting a graph, but the storage, retrieval and manipulation of the graph becomes quite difficult. Okay. So this is an example. That is, here നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിലെ എഡ്ജ് ലിസ്റ്റിംഗ് നമ്മൾ എഴുതുന്നത് 1 2 2 1. അതായത് നമ്മൾ ആരോ ഡയറക്റ്റ്ലി എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ആരോയും കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് എഡ്ജ് 1 2, ദെൻ സെക്കൻഡ് എഡ്ജ് 2 to 1, തേർഡ് വൺ 2 to 4, then fourth one. ഈ ഒരു എഡ്ജ് എടുക്കുമ്പോൾ 2 to 5 അല്ല, അത് 5 to 2 ആണ്. സോ 2ൻ്റെ ഫോമിൽ എഴുതില്ല, നമ്മൾ ഒരു ഓർഡറിൽ എഴുതുവാണ്. ദെൻ നെക്സ്റ്റ് 3 ആകുമ്പം 3 to 3, ദെൻ 3 to 4, 3 to 2, ദെൻ 4 to 1, 2 times 4 to 1, ഫൈനലി 5 to 2. അതായത് നമ്മൾ ഇപ്പോൾ ഡയറക്റ്റഡ് എഡ്ജ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 2 to 5 എന്ന് പറയുന്നത് ഇങ്ങനെ എഡ്ജ് 2 5 1 2 5 1 5 2 നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. പക്ഷേ ആരോ കൊടുക്കുമ്പോൾ ഇത് എഴുതുമ്പോൾ 2 to 5ഉം ദെൻ ആരോ ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ 5 to 2 എന്നുമായിരിക്കും എഴുതുന്നത്. ഇങ്ങനെയാണ് എഡ്ജ് ലിസ്റ്റിംഗ് എഴുതുന്നത്. നെക്സ്റ്റ് വൺ ഈസ് 2 linear arrays. Here this is slight variation of the edge listing. It is to represent the graph as a set of arrays, that is set of 2 arrays, 2 linear arrays ആയിട്ടായിരിക്കും നമ്മളിവിടെ ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ അറേയിലും നമ്മുടെ വേർട്ടിസസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ എഡ്ജ് എടുക്കുക, ദെൻ ആ എഡ്ജിൻ്റെ ഫസ്റ്റ് വേർട്ടെക്സിനെ ഫസ്റ്റ് അറേയിലോട്ടും സെക്കൻഡ് വേർട്ടെക്സിനെ സെക്കൻഡ് അറേയിലോട്ടും കൊടുക്കും. So the 2 linear arrays are represented as f and h. F equal to f1 f2 up to fe and h equal to h1 h2 up to he. That means എത്ര എഡ്ജസ് ഉണ്ടോ ആ ഓരോ എഡ്ജും എടുക്കുക. അതിൽ ആദ്യത്തെ എഡ്ജ് എന്ന് പറയുന്ന ആദ്യത്തെ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എഫിലും രണ്ടാമത്തെ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എച്ചിലോട്ടും പ്ലേസ് ചെയ്യുക. സോ ഈച്ച് എൻട്രി ഇൻ ദിസ് അറേ ഈസ് എ വേർട്ടെക്സ് ലേബൽ. ദ ith edge ei is from vertex fi to vertex hi. That is, for example, second edge E2 is from F2 to H2 if G is a digraph. If G is undirected, E is between Fi and Hi. So this is an example.
ഹിയർ നമ്മൾ ഫസ്റ്റ് എടുത്ത എഡ്ജ് എന്ന് പറയുന്നത് 1 2 ആണ്. സോ 1 ഇവിടെ 2 ഇവിടെ. നെക്സ്റ്റ് എഡ്ജ് 2 to 1, 2 ഇവിടെ 1 ഇവിടെ. നെക്സ്റ്റ് എഡ്ജ് 2 to 4, 2 ഇവിടെ 4 ഇവിടെ. നെക്സ്റ്റ് 3 3, നെക്സ്റ്റ് 3 4, 3 2, 4 1, 4 1, 5 2. ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്, ലീനിയർ അറേസിൻ്റെ കേസിൽ എഴുതുന്നത്. 2 linear arrays. So it is very convenient for sorting weighted graph. The last one is successor listing. Successor listing means we have to represent each vertex as a linear array, that is k equal to 1 2 3 up to n, whose first element is key. നമ്മൾ എടുക്കുന്ന vertex ആയിരിക്കും first element, and the remaining elements are the vertices that are immediate successors of k. Okay, so നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് നമുക്ക് ടോട്ടൽ എത്ര വേർട്ടസസ് ഉണ്ടോ ആ വേർട്ടസസിനെ എല്ലാം ഓരോ ലീനിയർ അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ അറേയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ വേർട്ടെക്സും അതിൻ്റെ ഫോളോവേഴ്സ് ആയിരിക്കും സക്സസേഴ്സ് ആയിരിക്കും സെക്കൻഡ് തൊട്ടുള്ള എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. സോ ടോട്ടൽ വി ഹാവ് 5 വേർട്ടസസ്, ദാറ്റ് ഇസ് 1 2 up to 5. ദെൻ നമ്മളിവിടെ ഡയറക്റ്റ് എഡ്ജ് ആയിട്ടുള്ളതുകൊണ്ട് ആ ഡയറക്ഷൻ നോക്കിയാണ് ഫസ്റ്റ് 1നെ ഫോളോ ചെയ്ത് വരുന്നത് നമുക്ക് 1 2 എന്ന് പറഞ്ഞൊരു എഡ്ജ് മാത്രമേ ഉള്ളൂ. സോ 1നെ ഫോളോ ചെയ്ത് വരുന്നത് 2. ഓക്കെ, ഇനി 2നെ ഫോളോ ചെയ്ത് നമുക്ക് 2 1 എന്ന് പറഞ്ഞൊരു എഡ്ജും ഉണ്ട്, 2 4 എന്ന് പറഞ്ഞൊരു എഡ്ജും ഉണ്ട്. സോ 1 4. ദെൻ 3നെ ഫോളോ ചെയ്ത് വരുന്നത് നമുക്ക് 3 3 ഉണ്ട്, 3 2 ഉണ്ട്, 3 4 ഉണ്ട്. സോ 3നെ ഫോളോ ചെയ്ത് വരുന്നത് 2 3 4. ഇനി 4നെ ഫോളോ ചെയ്ത് വരുന്നത് 4 1 1. സോ 1 1. 5നെ ഫോളോ ചെയ്ത് വരുന്നത് 2 5 2. ഓക്കെ ഓക്കെ ഇപ്പം ഡയറക്റ്റ് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡയറക്ഷൻ നോക്കി വേണം ഇവിടെ ഫോളോവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഇഫ് ഇൻ ദ കേസ് ഓഫ് അൺഡയറക്റ്റഡ് എഡ്ജ് ഓൾ അഡ്ജസൻറ്റ് വേർട്ടസ്, അൺഡയറക്റ്റഡ് എഡ്ജസ് എന്നാണെന്നുണ്ടെങ്കിൽ എല്ലാ അഡ്ജസൻറ്റ് വേർട്ടസസും എന്തായിട്ട് തന്നെ വരും, ഇമ്മീഡിയറ്റ് സക്സസ് ആയിട്ട് വരും. അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ കേസിൽ ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആയിരുന്നെന്നുണ്ടെങ്കിൽ 1ൻ്റെ ഫോളോവേഴ്സായിട്ട് ആരൊക്കെ വരുമായിരുന്നു, 2 വരുമായിരുന്നു, 4 വരുമായിരുന്നു. 2ൻ്റെ ഫോളോവേഴ്സായിട്ട് 1 വരുമായിരുന്നു, 3 വരുമായിരുന്നു, 4 വരുമായിരുന്നു, 5 വന്നേനെ. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ നോക്കി വേണം നമുക്കിവിടെ സക്സസേഴ്സ് എഴുതാനായിട്ട്. Then the storage requirement here for n vertex is n into 1 plus DAV, where DAV is the average degree and mainly used for PFS and DFS on the graph. So these are the 5 different representation of the graph. Either we can represent the graph as an adjacency matrix or as a incident matrix. The next one is we can represent the graph as a edge list, that is a list of edges. Then fourth one is 2 linear arrays, and finally it is a successor list. Okay, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Okay, thank you.